ഒരു ഐ.ടി. കമ്പനിയിലെ വർക്കിംഗ് ടൈമിൽ കമ്പനി എം.ഡിയുടെ മരണവും തുടർന്നുള്ള പോലീസ് അന്വേഷണവുമാണ് ചിത്രം പറയുന്നത്. ഗോളം മലയാളത്തിലെ കഴിഞ്ഞ ഡെക്കേഡിലെ ഏറ്റവും മികച്ച ത്രില്ലർ ചിത്രങ്ങളിലൊന്നാണ്. ഇന്ന് ഗോളം എന്ന സിനിമയിലെ ഹിഡൻ ഡീറ്റെയിൽസും സയൻറ്റിഫിക് എക്സ്പ്ലനേഷനും നൽകാനാണ് ശ്രമിക്കുന്നത്. ചിത്രം ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കാണാതിരിക്കുക. ആമസോൺ പ്രൈമിൽ ചിത്രം അവൈലബിൾ ആണ്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ എ.എസ്.പി സന്ദീപ് കൃഷ്ണ ഒരു കുറ്റവാളിയെ പിടികൂടിയതിനു ശേഷം രാത്രിയിൽ തൻ്റെ വീട്ടിലെത്തി മുഖത്തുണ്ടായ ചെറിയ മുറിവിൽ ആഫ്റ്റർ ഷേവ് ലോഷൻ അപ്ലൈ ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. സിനിമ കണ്ട് നമ്മളിൽ പലരും ഇത്തരത്തിലുള്ള പ്രവൃത്തികളുടെ സയൻറ്റിഫിക് സൈഡ് അറിയാതെ ഇതൊക്കെ ചെയ്യാറുമുണ്ട്. എന്നാൽ ഇതൊരിക്കലും റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. വളരെ കുറച്ച് ആൻറ്റിസെപ്റ്റിക് ഗുണം മാത്രമുള്ള ആഫ്റ്റർ ഷേവ് ലോഷൻ കൊണ്ട് ഇറിറ്റേഷൻ ഉണ്ടാകുമെന്ന് മാത്രമല്ല, മുറിവുണ്ടായ ഭാഗത്തെ കോശങ്ങളെ കൂടുതൽ സോഫ്റ്റ് ആക്കുകയും ആഫ്റ്റർ ഷേവ് ലോഷനിലെ ആൽക്കഹോൾ പെട്ടെന്ന് തന്നെ ആവിയായി പോകുന്നതുകൊണ്ട് മുറിവുണങ്ങാൻ ആവശ്യമായ ഈർപ്പം നിലനിൽക്കാതെ വരികയും ചെയ്യും. എന്തുകൊണ്ടാണ് ഈ സിനിമയുടെ കാര്യത്തിൽ ഈ ഒരു പോയിന്റ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഈ സിനിമയുടെ സയൻസ് കാര്യങ്ങൾ മറ്റ് സിനിമകളിൽ കണ്ടതിനേക്കാൾ വളരെ അക്യുറേറ്റ് ആയിരുന്നിട്ടും ഈ രംഗത്തിൽ ഒരു കോമൺ മിസ്റ്റേക്ക് കണ്ടതുകൊണ്ടാണ്. എസ് ഐ നൗഷാദ് CCTV വിഷ്വൽസ് കാണിക്കുമ്പോൾ ലാപ്ടോപ്പ് സ്ക്രീനിൽ ഓൾറെഡി ഒരു വീഡിയോ പ്ലേ ആവുന്നുണ്ട്. എന്നാൽ ഒരേ സമയം 2 വീഡിയോ പ്ലേ ചെയ്യേണ്ടതായി വരുമ്പോൾ രണ്ടും ഒരേ പ്ലെയറിൽ പ്ലേ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് വ്യത്യസ്തമായ 2 വീഡിയോ പ്ലെയേഴ്സാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഹിഡൻ ഡീറ്റെയിലായി പറയാൻ കാരണം, മറ്റ് സിനിമകളിൽ VLC പ്ലെയറിൽ തന്നെ ഒരേ സമയം 2 വീഡിയോ പ്ലേ ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ട്. VLCയിലോ MX പ്ലെയറിലോ അങ്ങനെ ഒരു ഫീച്ചർ ഇല്ല. മുഖത്തെ പേശികൾക്ക് റിഗർ മോർട്ടിസ് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പോലീസ് സർജൻ പറയുന്നുണ്ട്. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ കെമിക്കൽ റിയാക്ഷൻസ് കാരണം മസിൽസ് സ്റ്റിഫ് ആകുന്ന പ്രോസസ്സാണിത്. മുഖത്തെയും താടിയിലെയും സോഫ്റ്റ് മസിൽസാണ് തുടക്കത്തിൽ ഇത്തരം രീതിയിലേക്ക് മാറുക. പിന്നീട് സമയം പോകുന്നതനുസരിച്ച് മറ്റു പേശികളിലേക്കും ഇത് ബാധിക്കും. സ്വീപ്പർ സിന്ധു ചേച്ചിക്ക് കീപാഡ് ഫോൺ കൊടുക്കാൻ റൈറ്റേഴ്സ് മറന്നിട്ടില്ല. എന്നാൽ അതേ ടൈപ്പ് ഫോൺ തന്നെയാണ് സിന്ധു ചേച്ചിയുടെ ഹസ്ബൻഡ് സെക്യൂരിറ്റിയായ സത്യ ചേട്ടൻ്റേതും. ട്രെയിൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, രണ്ടും നോക്കിയ 150 2023 എഡിഷനാണ്. ASP കുറ്റാന്വേഷണത്തിൻ്റെ ഭാഗമായി ഓരോരുത്തരുടെയും കൈകളും വിരലുകളും പരിശോധിക്കുന്നുണ്ട്. ഗ്ലൗസ് ഉപയോഗിച്ചാണ് കുറ്റകൃത്യം ചെയ്തതെങ്കിൽ ഗ്ലൗ മെറ്റീരിയലിൻ്റെ മണവും ഗ്ലൗസിൽ കാണുന്ന വൈറ്റ് പൗഡറും പെട്ടെന്ന് കഴുകിക്കളയാൻ പറ്റില്ല എന്ന കാരണമാണ് പറയുന്നത്. സയൻറ്റിഫിക്കലി വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള കാര്യമാണിത്. സാധാരണയായി ഉപയോഗിക്കുന്ന നൈട്രൈൽ, ലാറ്റക്സ് അല്ലെങ്കിൽ വിനൈൽ ഗ്ലൗസ് കയ്യിലെ സ്കിന്നുമായി റിയാക്ട് ചെയ്യുകയും കയ്യിലൊരു മണം ഉണ്ടാവുകയും ചെയ്യും. ഇത് പൂർണ്ണമായി പോകണമെങ്കിൽ തൊലി പതുക്കെ പൊളിഞ്ഞു പോയി പുതിയ തൊലി വരണം. കോൺസ്റ്റാർച്ചാണ് സാധാരണ കണ്ടുവരുന്ന ഗ്ലൗസിലെ വൈറ്റ് പൗഡർ. നന്നായി കഴുകിയാൽ കോൺസ്റ്റാർച്ച് പോയേക്കാം, പക്ഷേ ഗ്ലൗ മെറ്റീരിയലിൻ്റെ സ്മെൽ പോവില്ല. ആൽബർട്ടിനോട് CI റഹീം "നിനക്കൊരു കളലക്ഷണം ഉണ്ടല്ലോ, നേരെ നോക്കടാ" എന്ന് പറയുന്നുണ്ട്. അത് വെറുതെ പേടിപ്പിക്കാൻ പറഞ്ഞൊരു ഡയലോഗ് ആയിരുന്നില്ല. കാരണം കേൾവിക്കുറവുള്ളതുകൊണ്ട് തല കുറച്ച് ചെരിച്ച് വെച്ച് ചോദ്യം കേൾക്കാൻ ആൽബർട്ട് ശ്രമിച്ചിട്ടുണ്ടാവും. അരുണിൻ്റെ ഫോണാണെന്ന് കരുതി മുഫീത്തയുടെ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ പ്ലം ഗുഡ്നെസ്സിൻ്റെ ആപ്പ് കാണാം. അതൊരു ഇന്ത്യൻ സ്കിൻ കെയർ ഹെയർ കെയർ ബ്രാൻഡിൻ്റെ ആപ്പാണ്. ഹെയർ ലോസിനുള്ള എന്തെങ്കിലും റെമഡീസ് കിട്ടാനായി മുഫീത്ത ഉപയോഗിക്കുന്നതാവാനാണ് സാധ്യത. ഫോൺ അൺലോക്ക് ചെയ്യുമ്പോഴുള്ള സമയം 13:50, അതായത് ഉച്ചയ്ക്ക് 1:50, എന്നാൽ ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള സമയം 14:33, അതായത് 2:33 ഇത്തരത്തിൽ സമയവുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്സ് ഇനിയും സംഭവിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ. ASP സന്ദീപ് കൃഷ്ണയുടെ അച്ഛൻ കൃഷ്ണൻ എന്നയാളാണെന്നും ഡോക്ടർ കുര്യാക്കോസിൻ്റെ വീട്ടിലെ ജോലിക്കാരി കൃഷ്ണൻ സാറെന്ന് മെൻഷൻ ചെയ്യുകയും അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോ മരിച്ചു പോയെന്നുള്ള വിവരവും കിട്ടുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിലും പിന്നീടും ASPയുടെ വീട്ടിലെ ചുമരിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം പ്രേക്ഷകന് കാണിച്ചു തരുന്നുണ്ട്. ഡോക്ടർ കുര്യാക്കോസിൻ്റെ പുസ്തകങ്ങളൊന്ന് നോക്കാം. പ്രധാനമായും എടുത്തു പറയേണ്ടത് അദ്ദേഹം ഷെൽഫിൽ വെക്കാനായി എടുത്തുകൊണ്ടുവന്ന ബുക്സിൽ ഒരെണ്ണം അമേരിക്കൻ നോവലിസ്റ്റ് ഡാൻ ബ്രൗൺ എഴുതിയ ഡാവിഞ്ചി കോഡാണ്. ഒരു സീക്രട്ട് സൊസൈറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യങ്ങൾ ചുരുളഴിക്കുന്ന വളരെ ത്രില്ലിംഗ് ആയ ലോകപ്രശസ്തമായ നോവലാണത്. സിനിമയിലും ഒരു കൊലപാതകവും അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെയും അവരുടെ രഹസ്യങ്ങളുമാണ് ചുരുളഴിക്കുന്നത്. മറ്റൊന്ന് ദി അൺടോൾഡ് ട്രൂത്ത് എബൌട്ട് പെയിൻ ബൈ മൊഗാലെ മൊലാല. നിങ്ങളുടെ വേദനയെ എങ്ങനെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റാം എന്നതാണ് ബുക്കിൻ്റെ ക്യാപ്ഷൻ. എങ്ങനെയാണ് നിങ്ങളുടെ വേദനകളെ പുതിയൊരു കാഴ്ചപ്പാടിൽ നിന്ന് കാണേണ്ടതെന്നും അതിൽ നിന്ന് ഊർജം കൊണ്ട് എങ്ങനെ പ്രതിസന്ധികളെ നേരിടാം എന്നുമാണ് പുസ്തകം പറയുന്നത്. ഇത് തന്നെയാണ് സിനിമയുടെ കോർ തീം. ഡോക്ടറിൻ്റെ ടേബിളിൽ നീറ്റ് എക്സാം ബുക്ക് ഒരെണ്ണം കാണാം. വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളാണ് ഡോക്ടർ കുര്യാക്കോസ് എന്ന് ഇതിലൂടെ ഓപ്പണായി കാണിച്ചിട്ടുണ്ട്. മീറ്റിങ്ങിൽ ഐസക് ജോൺ ബേബി ഫുഡ് രംഗത്തെ ഇപ്പോഴത്തെ ബെസ്റ്റ് കമ്പനിയായ മിഗ് ഫാർമ എങ്ങനെയാണ് ആ സ്ഥാനത്തേക്ക് എത്തിയത് എന്ന് പറയുന്നുണ്ട്. ആഫ്രിക്കൻ കൺട്രീസിലെ കുട്ടികൾക്ക് ട്രയൽ പ്രോഡക്ട്സ് കൊടുത്ത് അവരിൽ ക്ലിനിക്കൽ ട്രയൽസ് നടത്തി വിജയിച്ച് ഇന്ന് ബേബി ഫുഡ് രംഗത്തെ അടക്കി വാഴുന്ന ഫാർമ കമ്പനി എന്നാണ് പറയുന്നത്. ഇതിൽ കാര്യമില്ലാതില്ല. 1970കളിൽ ബ്രസ്റ്റ് മിൽക്കിന് പകരം ഇൻഫൻറ്റ് ഫോർമുലാസ് കൊടുക്കൂ എന്ന് അണ്ടർ ഡെവലപ്ഡ് നാഷൻസിൽ പ്രൊമോട്ട് ചെയ്യുകയും തുടർന്ന് മാർക്കറ്റ് പിടിച്ചെടുക്കുവാനും സ്വിസ് കമ്പനി നെസ്ലെ ശ്രമിച്ചിരുന്നു. അതിനെതിരെ അന്ന് നെസ്ലെ ബോയ്ക്കോട്ട്, ദി ബേബി കില്ലർ എന്നൊക്കെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു.
ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് ബേബി ഫുഡ് കമ്പനീസിൽ ഒന്ന് നെസ്ലെയാണ്. സെർലാക്ക് കഴിക്കാത്തവരാരും തന്നെ കാണുകയുമില്ല. ഐസക് ജോണിനെതിരെയുള്ള റിവെഞ്ച് പ്ലാൻ ചെയ്യുന്നത് മീരയുടെ വീട്ടിൽ വെച്ചാണ്. രണ്ട് രീതിയിൽ നമുക്കത് മനസ്സിലാക്കാം. അവിടെയുള്ള ഫോട്ടോ ഫ്രെയിംസിൽ നിന്നും കൂടാതെ മീരയുടെ വേഷത്തിൽ നിന്നും വീട്ടിലിടുന്ന ഡ്രസ്സാണ് മീര ധരിച്ചിരിക്കുന്നത്. ഐസക് ജോണിൻ്റെ ഓഫീസ് മുറിയിലെ കോഫി മെഷീൻ്റെ ടാഗ് ലൈൻ ഒന്ന് നോക്കുക. ഐ വിൽ ഡൈ ഫോർ എ കോഫി എന്നാണ്. ഒരു കാപ്പിക്ക് വേണ്ടി ഞാൻ മരിക്കും എന്ന്. അതേപോലെ തന്നെയായി. എന്നാൽ കോഫി മെഷീൻ കൈകാര്യം ചെയ്യാൻ സിന്ധു ചേച്ചിയെ പഠിപ്പിക്കുന്ന സമയത്ത് മെഷീൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് ദി പെർഫെക്റ്റ് ബ്ലെൻഡ് എന്നാണ്. ഒന്നിലധികം ചേരുവകൾ ചേർന്ന് വെൽ ബാലൻസ്ഡ് ആയ ഒരു സുപ്പീരിയർ ക്വാളിറ്റി ഐറ്റം ഉണ്ടാവുക എന്നർത്ഥം. അത് അവരെല്ലാവരും ചേർന്ന് ചെയ്യാൻ പോകുന്ന ദി പെർഫെക്റ്റ് ക്രൈമിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞ ഒരാളുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് താനേ കൂടുമെന്ന് പറയുന്നുണ്ട്. ഇതിന് കാരണം ശരീരത്തിലെ കോശങ്ങളിൽ അനൈറോബിക് മെറ്റബോളിസം അഥവാ ഓക്സിജൻ്റെ ആബ്സൻസിൽ നടക്കുന്ന ഊർജ്ജ ഉൽപ്പാദനം കൊണ്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡാണ് ഈ പ്രോസസ്സിൻ്റെ ബൈ പ്രൊഡക്റ്റ്. ശ്വാസോച്ഛ്വാസം നിലയ്ക്കുന്നതുകൊണ്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോവുകയുമില്ല. ഇനിയാണ് ദി പെർഫെക്റ്റ് ക്രൈം. തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ പ്രധാന സംശയം ഹൈ പ്രഷറിൽ സിലിണ്ടറിൽ നിറച്ചിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സാധാരണ രീതിയിൽ തീ കെടുത്തുവാനുള്ള ഉദ്ദേശത്തിൽ കടത്തിവിടുന്നത് സ്പെഷ്യൽ ഹോസിലൂടെയാണ്. അത്തരം പൈപ്പുകളുടെ ഘടന തന്നെ വ്യത്യാസം ഉണ്ടായിരിക്കും. അകത്ത് കാർബൺ ഡൈ ഓക്സൈഡായി റിയാക്ട് ചെയ്യാത്ത നൈലോൺ പോലെയുള്ള വസ്തുക്കൾ കൊണ്ടുള്ള ഒരു ലെയർ, അതിനു പുറമെ ഹൈ പ്രഷർ താങ്ങാൻ കഴിയുന്ന സ്റ്റീൽ ഇഴകളോട് ചേർന്ന മറ്റൊരു ലെയർ, ഇതിനു പുറമെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള PVC റബ്ബറോ ആയിരിക്കും. എന്നാൽ റബ്ബർ കൊണ്ടോ PVC കൊണ്ടോ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഗാർഡൻ ഹോസ് ഇത്തരത്തിൽ ഹൈ പ്രഷർ കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാരി ചെയ്യാൻ കഴിയുന്ന സാധനമല്ല. കൂടിയ പ്രഷർ അതുപോലെ തന്നെ താഴ്ന്ന ടെമ്പറേച്ചറും കാരണം ഗാർഡൻ ഹോസിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കടന്നുപോയാൽ അത് പൊട്ടിത്തകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല എക്സോസ്റ്റ് പൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന ബലൂൺ തണുത്ത കാർബൺ ഡൈ ഓക്സൈഡ് കടന്നുപോയാൽ ഉറപ്പായും പൊട്ടി വീഴും. പ്രാക്ടിക്കലി തീരെ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്ലാനിംഗ് ആണ് ഇതെന്നും, എന്നാൽ കൂടി ചിത്രം ഒരുപാട് ഇഷ്ടമായാണ് തിയേറ്ററിൽ നിന്നും ഇറങ്ങിയത്. കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അന്ന്. എന്നാൽ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ വീണ്ടും കണ്ടപ്പോഴാണ് ഞാൻ അന്ന് മിസ് ചെയ്ത ഒരു പ്രധാന പോയിൻ്റ് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. കാർബൺ ഡൈ ഓക്സൈഡ് സിലിണ്ടറിലെ പ്രഷർ ഗേജ് ശ്രദ്ധിച്ചാൽ സെബാസ്റ്റ്യൻ വാൾവ് തുറക്കുമ്പോൾ പ്രഷർ വാല്യൂ 60 PSI അഥവാ ഏകദേശം 4 kg/cm² ആണ്. ഇത് താരതമ്യേന കുറഞ്ഞ പ്രഷറാണ്. മാത്രമല്ല ഗാർഡൻ ഹോസിന് ഇത് താങ്ങുവാനും കഴിയും. എന്നാൽ ബലൂണിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നും ഇപ്പോഴും ഇല്ല. പിന്നീട് വാൾവ് പൂട്ടുവാനായി സെബാസ്റ്റ്യൻ ചെല്ലുമ്പോൾ പ്രഷർ ഗേജിലെ റീഡിംഗ് 30 PSI ആണ്. അതായത് 60-ൽ നിന്നും 30-ലേക്ക് എത്തി. സിലിണ്ടറിൻ്റെ ഏതാണ്ട് പകുതിയോളം കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോഴേക്കും പമ്പ് ചെയ്ത് കഴിഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കാം. അത്രയുമൊക്കെ ചെന്നാൽ മരണം ഉറപ്പിക്കുകയും ചെയ്യാം. ശ്രദ്ധിച്ചു കേട്ടാൽ വാക്വം ക്ലീനറിൻ്റെ ശബ്ദത്തിനിടയിൽ പലപ്പോഴായി ജോണിൻ്റെ നിലവിളി ശബ്ദം വളരെ ഫെയിൻ്റായി കേൾക്കാൻ സാധിക്കും. കഥയുടെ എഴുത്തുകാരിൽ ഒരാളായ പ്രവീൺ വിശ്വനാഥാണ് ചിത്രത്തിലെ സെബാസ്റ്റ്യൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് ഗോളത്തിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചത്. മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും വരാം.